ശിശുക്ഷേമ സമിതിയിൽ കുട്ടികൾക്കായി വൈദ്യപരിശോധന നടത്തും. മെഡിക്കൽ ടീമിനെ നിയോഗിച്ചാകും പരിശോധന നടത്തുക. ശിശുരോഗ മാനസിക ആരോഗ്യ വിദഗ്ധർ അടങ്ങിയ ടീമാണ്. ടീമിനെ നിയോഗിക്കാൻ ആവശ്യപ്പെട്ട് CWC ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകും. രശ്മി കാർത്തികയുണ്ട്. രശ്മി, ഈ ആയമാർ കുട്ടിയെ ഉപദ്രവിച്ച സംഭവത്തെ തുടർന്നാണോ ഇങ്ങനെ ഒരു തീരുമാനം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തീരുമാനം. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും മെഡിക്കൽ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ജില്ലാ ശിശുക്ഷേമ സമിതി DMOയ്ക്ക് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്ക് ഇന്ന് തന്നെ കത്ത് നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉടനെ തന്നെ പരിശോധന ആരംഭിക്കും. ഇതിൽ ഏതെങ്കിലും തരത്തിൽ പീഡനം ബോധ്യപ്പെടുകയാണെങ്കിൽ അതിൽ കൃത്യമായ നടപടിയിലേക്ക് പോകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു ഇടവേളകളിൽ എല്ലാ ശിശുക്ഷേമ സമിതിയിലും പരിശോധന നടത്താൻ ഒരു മോണിറ്ററിംഗ് സമിതിയെ രൂപീകരിച്ച് ആ മോണിറ്ററിംഗ് സമിതിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്താനും തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ശിശുക്ഷേമ സമിതിയിൽ ഇത്തരത്തിലൊരു കുഞ്ഞിന് വലിയ രീതിയിലൊരു ക്രൂരത നേരിടേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് തീരുമാനം. മാത്രമല്ല മുൻപും സമാനമായ രീതിയിൽ ഈ കുഞ്ഞുങ്ങളോട് ആയമാർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക മെഡിക്കൽ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് എല്ലാ ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിലും പരിശോധന നടത്താനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. രശ്മി, ഇത് ഒരു ന്യായീകരണവും അതുപോലെ തന്നെ ഒരു തടിതപ്പലുമല്ലേ? കാരണം ഈ ശിശുക്ഷേമ സമിതികൾ കൃത്യമായിട്ടുള്ള വൈദ്യപരിശോധന അത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ളൊരു നിയമം ഒക്കെ തന്നെ ഉണ്ട്. അതൊന്നും നടപ്പിലാകാതെ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ പെട്ടെന്ന് കയറി ഒരു പരിശോധന നടത്തുക, ഇത് ഇനി വരും ദിവസങ്ങളിൽ പ്രാവർത്തികമാകുമോ എന്ന് പോലും അറിയില്ല. തീർച്ചയായും രജനി, എല്ലാ വിഷയങ്ങളിലും നമുക്കറിയാം അത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സമയത്താണ്. ആ പ്രതിഷേധങ്ങൾക്കൊന്ന് അയവ് വരുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വളരെ പെട്ടെന്നുള്ള പൊടുന്നതിനെ പരിശോധന നടത്താനും സമിതിയെ രൂപീകരിക്കാനും കൃത്യമായ ഇടപെടൽ ഉണ്ടാകും എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് വെറും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നതാണ് നമ്മൾ സാധാരണയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സമാനമായി തന്നെയാണ് ഇതും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. കൃത്യമായി തന്നെ ഇത്തരം മേഖലകളിൽ പരിശോധന, അതായത് കൃത്യമായ ഒരു ഇടവേളകളിൽ മോണിറ്ററിംഗ് സമിതിയെ രൂപീകരിച്ചുകൊണ്ട് വൈദ്യപരിശോധന അടക്കം നടത്തണമെന്നുള്ള ഒരു നിയമം തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കുറെ കാലങ്ങളായി ശിശുക്ഷേമ സമിതിയിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളത് അവിടെ കൃത്യമായ പരിശോധന നടത്താത്തത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല അവിടുത്തെ നിയമനങ്ങൾ സംബന്ധിച്ചും വ്യാപകമായ പരാതി ഉയരുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിൽ ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വൈദ്യ പരിശോധന നടത്തും ഒരു മെഡിക്കൽ സംഘത്തെ രൂപീകരിച്ചു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്.